ഇന്ത്യ ഗവൺമെന്റ് എടുത്ത ഒരു സ്റ്റാൻഡ് വിത്ത് ഇസ്രായേൽ എന്നുള്ള ആ ഒരു നയം മാറ്റിയിട്ട് പാലസ്തീനോട് കൂറ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യും, ജൂതനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഇനി ജൂതൻ നിങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് വെക്കുമ്പോൾ അതുകൂടി കാണണം. Idol worshippers who makes God angry every second of their life. Indian, Chinese, Japanese, Tibet, Nepal, Thailand, so many. India alone is 500 million. China is 2 billion. So many, 2 billion Christians which are idol worshippers. Between Chinese, India, Hindus, Buddhists and Christian, at least 6.5 billion people are idol worshippers that according to the Torah do not have the right to live. Idol worshipper goy, it's death penalty. Not only Jews, even a goy who bow down to an idol, who believe in JC, deserve death penalty. തന്നെ ഇസ്രായേലിനെ ഇങ്ങനെ താങ്ങി നടക്കുന്ന ഒരുപാടെണ്ണുണ്ട്. അപ്പോൾ അവർ ഈ സംഭാഷണം ഒന്ന് വ്യക്തമായിട്ട് കേൾക്കണം. ഇത് ഇസ്രായേലിൻ്റെ ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 600 കോടി ജനങ്ങൾ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശപ്പെട്ട ആളുകളല്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ വിഗ്രഹാരാധന ചെയ്യുന്ന ആൾക്കാരാണെന്നാണ് പറഞ്ഞത്. അതിൽ ഇന്ത്യൻസിന് ആദ്യം തുടക്കം മുതൽ തന്നെ പറഞ്ഞ ഇന്ത്യൻസിനെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അല്ല, ചൈന, ജാപ്പനീസ്, ടിബറ്റിയൻസ്, അങ്ങനെ കുറേ എണ്ണത്തിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൗമുകളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ അനുവദിക്കരുത്. തൗറയിലെ നിയമപ്രകാരം അവരൊക്കെ വെട്ടി കശാപ്പ് ചെയ്യണമെന്നാണ് ഈ യഹൂദം പണ്ഡിതം പറഞ്ഞ ഇസ്രായേലിനെ പിന്താങ്ങി നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഇവർ എങ്ങനെ നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെ നിങ്ങൾ സഹായിച്ചാലും അവസാനം അത് തിരിഞ്ഞ് കൊത്തുക തന്നെ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതിലും വലിയ ഒരു തെളിവ് നിങ്ങൾക്ക് മുന്നിലേക്ക് എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ എത്തിക്കാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞാൽ നേരാവില്ലല്ലോ. പിന്നെ ഇപ്പം എന്താ